സ്വർണ്ണക്കടത്ത് കേസുകളിലെ വിവാദങ്ങൾക്ക് പിന്നിൽ ആരെന്ന് വിരൽ ചൂണ്ടുന്നതാണ് പോലീസ് നടപടികളുടെ കണക്കുകൾ. UDF, LDF സർക്കാരുകൾ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്കെതിരെ എടുത്ത നടപടികൾ പരിശോധിച്ചാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാകും. നമുക്ക് കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ചും ഉന്നത ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചും സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം സ്വർണമെത്തിക്കും. പുറത്ത് പോലീസ് കൂടി കണ്ണടയ്ക്കുന്നതോടെ കള്ളക്കടത്ത് സംഘത്തിന് കോടികളാണ് ലാഭം. ഇതിലൊരു വിഹിതം ചില നേതാക്കളുടെ കീശകളിലേക്കും ഒഴുകിക്കൊണ്ടിരുന്നു. എന്നാൽ പിണറായി സർക്കാർ അധികാരത്തിലെത്തി പോലീസ് നടപടികൾ ആരംഭിച്ചതോടെ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന് തിരിച്ചടിയായി. ഇതോടെയാണ് ചിലരെ മുന്നിൽ നിർത്തി കള്ളക്കടത്ത് സംഘം പോലീസിനെതിരെ യുദ്ധം ആരംഭിച്ചത്. UDF, LDF സർക്കാരുകൾ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്കെതിരെ എടുത്ത നടപടികൾ പരിശോധിച്ചാൽ പ്രേക്ഷകർക്ക് കാര്യങ്ങൾ വ്യക്തമാകും. സ്വർണം കടത്തുന്നവർക്ക് ചാകരയായിരുന്നു UDF ഭരണകാലം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടിയതുൾപ്പെടെ കേരളത്തിൽ ആകെ പിടികൂടിയത് 373 സ്വർണ്ണക്കടത്ത് കേസുകൾ മാത്രം. എന്നാൽ LDF സർക്കാർ അധികാരത്തിലെത്തി 2016 മുതൽ കഴിഞ്ഞ 8 വർഷത്തിനിടെ 2514 സ്വർണ്ണക്കടത്ത് കേസുകളാണ് പിടിക്കപ്പെട്ടത്. UDFന്റെ ഭരണകാലത്ത് സംസ്ഥാനത്ത് പിടികൂടിയ സ്വർണ്ണക്കടത്ത് കേസുകളിൽ ഭൂരിപക്ഷവും വിമാനത്താവളത്തിനുള്ളിൽ കസ്റ്റംസ് പിടിച്ച കേസുകളാണ്. നാമമാത്രമായ കേസുകളെ പോലീസ് പിടിച്ചുള്ളൂ. LDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഓരോ വർഷവും പോലീസ് പിടിക്കുന്ന കേസുകളുടെ എണ്ണം കൂടി. 2016 മാത്രം 41 സ്വർണ്ണക്കടത്ത് കേസാണ് പിടിച്ചത്. 2023 540 ഇത്. 2024 സെപ്റ്റംബർ അവസാനം വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ 218 കേസുകളാണ് സംസ്ഥാന പോലീസ് പിടിച്ചത്. ആകെ 2730 സ്വർണ്ണക്കടത്തുകാരെ അകത്താക്കി. ഇവരിൽ നിന്ന് 2709 കിലോ സ്വർണവും പിടിച്ചെടുത്തു. കസ്റ്റംസ് സ്വർണം പിടിച്ചാൽ പിഴയടച്ചാൽ വിട്ടു നൽകും. പക്ഷേ പോലീസിന്റെ വലയിൽ കുടുങ്ങിയാൽ ഇത് തൊണ്ടി മുതലായി കോടതിയിൽ ഹാജരാക്കും. മാത്രമല്ല, ഇത് ആര് കൊടുത്തയച്ചു, ആർക്ക് കൊടുത്തയച്ചു എന്ന അന്വേഷണവും പോലീസ് നടത്തും. അതുകൊണ്ടാണ് സ്വർണം പിടിക്കേണ്ടത് കസ്റ്റംസ് അല്ലേ, പോലീസ് അല്ല എന്ന വാദവുമായി ചിലർ രംഗത്തെത്തിയത്. ക്യാമറമാൻ സജു കാഞ്ഞിരംകുളത്തിനൊപ്പം നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.